നമസ്കാരം. പൂനെയിൽ കോട്ടയിലെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ 26-കാരനായ റിയൽ എസ്റ്റേറ്റ് വ്യവസായി കേതൻ അഗർവാളിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി മാതാവ് രാഖി അഗർവാൾ. എന്റെ മകൻ കേതന്റെ കേസ് വെറുമൊരു ഫയൽ മാത്രമായി മാറിപ്പോകാൻ അനുവദിക്കരുത് എന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച വൈകാരികമായ കത്തിൽ അമ്മ അഭ്യർത്ഥിച്ചു. പ്രതികൾക്ക് അർഹമായ കഠിന ശിക്ഷ വേഗത്തിൽ ഉറപ്പാക്കണമെന്നും അനാവശ്യമായ വൈകൽ ഉണ്ടാകരുതെന്നും ഈ കുടുംബം ആവശ്യപ്പെടുന്നു. ഏതൊരു അമ്മയെയും പോലെ മകൻ നല്ലൊരു ജീവിതം പടുത്തുയർത്തുന്നതും വിവാഹം കഴിക്കുന്നതും ഒപ്പം പ്രായമാകുന്നതും കാണാൻ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ എനിക്ക് എൻ്റെ മകന്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടി വന്നു. ഒരു അമ്മയ്ക്ക് ഇതിലും വലിയൊരു വേദന അനുഭവിക്കാനില്ല. അവന്റെ മുറിയും വസ്ത്രങ്ങളും ചിത്രങ്ങളും വീടിന്റെ ഓരോ മൂലയിലും എന്നെ ഓർമ്മിപ്പിക്കുന്നത് അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ്. അവൻ എനിക്ക് വെറുമൊരു മകൻ മാത്രമല്ല, എന്റെ ലോകമായിരുന്നു, രാഖി അഗർവാൾ കത്തിൽ കുറിച്ചു. കേതന്റെ മരണത്തിന് പിന്നാലെ 20 ദിവസത്തിനുള്ളിൽ മനോവിഷമം താങ്ങാനാകാതെ കേതന്റെ മുത്തച്ഛനും ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. കേവലം 3 ആഴ്ചയ്ക്കുള്ളിൽ കുടുംബത്തിലെ 2 തലമുറകളെയാണ് നഷ്ടമായത്. കഴിഞ്ഞ ആഴ്ച കേതന്റെ പിതാവ് വിശാൽ അഗർവാൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും വേഗത്തിലുള്ള അന്വേഷണവും നീതിയും ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 18-നാണ് പൂനെയിലെ ലോഹഗഡ് കോട്ടയിൽ വെച്ച് കേതനെ പ്രതിശ്രുത വധു സിയ ഗോയലും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഈ വർഷം നവംബറിൽ നടക്കാനിരുന്ന ഇവരുടെ വിവാഹത്തിനായി ജയ്പൂരിൽ 17 കോടി രൂപയുടെ കൊട്ടാരവും അതിഥികൾക്കായി 2 വിമാനങ്ങളും വരെ കുടുംബം ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ കേതനുമായുള്ള വിവാഹ നിശ്ചയത്തിനു ശേഷം സിയ രഹസ്യമായി കാമുകൻ ചേതനെ വിവാഹം കഴിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കി. മുൻപും 2 തവണ കേതനെ അപായപ്പെടുത്താൻ ഇവർ ശ്രമിച്ചിരുന്നു. കേസിൽ പ്രതികളായ സിയ ഗോയലും ചേതൻ ചൗധരിയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. എന്തായാലും മഹാരാഷ്ട്രയിലെ യുവ വ്യവസായി കേതൻ അഗർവാളിന്റെ കൊലപാതകത്തിൽ ഓരോ ദിവസവും പുതിയ വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. ഇരുവരുടെയും സുഹൃത്തുക്കളെയും ഇപ്പോൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. 20-കാരിയായ സിയയുടെയും 25-കാരനായ കേതന്റെയും വിവാഹം നവംബറിൽ നടത്താനാണ് വീട്ടുകാർ നിശ്ചയിച്ചിരുന്നത്. ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ ഇതിന് 4 മാസം മുമ്പ് ഒരു പ്രാദേശിക രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സിയയും കാമുകൻ ചേതനും രഹസ്യമായി വിവാഹിതരായി എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. പൂനെ റൂറൽ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ വിവാഹം സ്ഥിരീകരിക്കപ്പെട്ടാൽ കേതനെ കൊല ചെയ്യാനുള്ള പ്രതികളുടെ കാരണത്തെക്കുറിച്ച് പോലീസിന് കുറച്ചുകൂടി ആധികാരികത കിട്ടും. രഹസ്യ വിവാഹം വേഗത്തിൽ നടത്തുന്നതിനായി നിർബന്ധിത പൊതു നോട്ടീസ് ഒഴിവാക്കാൻ ഇവർ എന്തെങ്കിലും ഇടനിലക്കാരന് പണം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ചേതന്റെ ബാങ്ക് രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വിവാഹത്തിന് സാക്ഷികളായി ഒപ്പിട്ടെന്ന് പറയപ്പെടുന്ന സിയയുടെ 2 കോളേജ് സുഹൃത്തുക്കളെ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. സിയയും ചേതനും വിവാഹവേഷത്തിലുള്ള ഫോട്ടോകൾ അടങ്ങിയ സ്വകാര്യ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ചിത്രങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസിന്റെ സാങ്കേതിക വിഭാഗം. സിയയും ചേതനും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഉദയ്പൂരിലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായി ചേതന്റെ വീട്ടുകാർ സിയയുടെ രേഖകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതികൾ കൊലപാതക പദ്ധതി വേഗത്തിലാക്കിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം.